പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. അപ്പോൾ ഈ കഥ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അതുകൊണ്ട് അച്ഛൻ മകനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. എന്താ വെച്ചാൽ ഒരു ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ രാഘവേട്ടൻ എന്ന് പറയും, രാഘവേട്ടൻ്റെ ഭാര്യ മരിച്ചുപോയി. ഇവനൊരു 5 വയസ്സ് 6 വയസ്സുള്ളപ്പോൾ രാഘവേട്ടൻ്റെ ഭാര്യ മരിച്ചുപോയി, അസുഖം വന്നിട്ട്. പക്ഷേ ഇവനോടുള്ള സ്നേഹം കൊണ്ടും ഇവനെ വളർത്തി വലുതാക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൊണ്ടും അതുപോലെ തന്നെ വേറൊരു അമ്മ വന്ന ഇവനോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു വിഷമം കൊണ്ടും ഇനിയിപ്പോൾ ആ വരണ അമ്മയെ ഒരു സ്ത്രീയിൽ ഇദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായാൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് വേറെ വിവാഹം കഴിച്ചില്ല. അങ്ങനെ ഇവനെ എല്ലാവിധ പഠിപ്പുകളും കാര്യങ്ങളും ഇയാളാച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയുള്ള ആളാണ്, നല്ല എസ്റ്റേറ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, അങ്ങനെ നല്ല പൈസയുള്ള ആളാണ്. അങ്ങനെ ഇയാൾ ഈ മകനെ തന്നെ സ്നേഹിച്ച് മകനെ വളർത്തി മകന് നല്ല വിദ്യാഭ്യാസമായപ്പോൾ മൂപ്പര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഈ എസ്റ്റേറ്റും ഇവിടുത്തെ ബിസിനസ്സൊന്നും മൂപ്പർക്ക് വലിയ പിടുത്തില്ല. മൂപ്പര് ബാംഗ്ലൂർ പോയിട്ട് വലിയൊരു എക്സ്പോർട്ടിങ് കമ്പനി തുടങ്ങി. എക്സ്പോർട്ടിങ് കമ്പനി തുടങ്ങിയിട്ട് അവിടെ അതിൻ്റെ സിഇഒയും എല്ലാം മൂപ്പര് തന്നെയാണ്. ഒരു 10-50 ജോലിക്കാരുണ്ട്, 10-70 അങ്ങനെ ഒരുപാട് ഇത് നമ്മുടെ റിസ്ക് ഉള്ള ഒരു ജോലിയാണത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാരണവശാൽ അവിടെ പോയി ബിസിനസ് തുടങ്ങല്ലേ, നീ നമുക്ക് ഇവിടുത്തെ ബിസിനസ് മതി, ഇത്രയും ലക്ഷങ്ങൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, ഇതൊന്നും കേൾക്കാണ്ടാവും പോയത്. അത് അച്ഛന് വലിയ വിഷമമായി, രാഘവേട്ടന് ഒരുപാട് വിഷമമായി. രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ നിനക്കിനി ഈ വക കാര്യങ്ങൾക്ക് നിൽക്കാൻ വെച്ചാൽ എൻ്റെ 10 പൈസ ഞാൻ നിനക്ക് തരില്ല, എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ വല്ല അനാഥാലയത്തിന് എഴുതി വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനടയ്ക്ക് വിളിക്കും, എന്തായാലും നീ ഞാൻ പറഞ്ഞ വഴിക്ക് നടന്നില്ല, പക്ഷെ എന്തായാലും നീ നടന്ന വഴിക്ക് ഞാൻ തെളിക്കുക, അപ്പോൾ അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കുക, ഞാനിവിടെ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട്, അതിന് വന്ന് നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക, എനിക്കിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളാവും, അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛന് ദേഷ്യമായി. അച്ഛൻ പറഞ്ഞു, നീ ഈ പറയണ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യണം, ഈ സ്വത്തൊക്കെ ഞാൻ വല്ല അനാഥാലയത്തിന് എഴുതിക്കാൻ പോവുക, അതിനുള്ള തീരുമാനം നീ ഒരാഴ്ചക്കുള്ളിൽ പറയണം, കല്യാണം കഴിക്കുകയോ ഇല്ല എന്നുള്ളത്, അത് അറിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ എനിക്ക് നീക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ ആകെ ടെൻഷനായി. അപ്പോൾ ആ കമ്പനിയിലത്തെ എൻ്റെ മാനേജറുണ്ട്, ആ മാനേജർ കിഷോർ, അവനായിട്ട് സംസാരിച്ചു. അച്ഛൻ ഇങ്ങനെയാണ്ടാ പറയണത്, എന്താ ചെയ്യുക, ആകെ തലവേദനയല്ല, എനിക്ക് അതിൻ്റെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല, സ്ത്രീകളോടോ എനിക്ക് ഇഷ്ടമില്ല, എന്താ കല്യാണത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ എനിക്ക് ആകെ ഒരു വിറയിലാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുക വേണ്ട, നമ്മളിന്ന് ഒരാരും സ്നേഹിച്ചിട്ടില്ല, പ്രേമിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കല്യാണം കഴിച്ച് നാട്ടിൽ കൂടുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പോംവഴിയെ കിഷോറെ നീ പറയും എന്ന് പറഞ്ഞു. കിഷോർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ സ്വത്തുകൾ പോകുന്നുള്ള പേടിയല്ലേ നിനക്ക്, നീ പിന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമല്ല, ഈ 2 കാര്യത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, നീ അച്ഛനോട് വിളിച്ചിട്ട് പറയാം, അച്ഛാ ഞാനിവിടെ ഒരു പെൺകുട്ടിയായി സ്നേഹത്തിലായിരുന്നു, ആ പെൺകുട്ടീനെ ഞാൻ വിവാഹം കഴിച്ചു, അതിപ്പോൾ എൻ്റെ കൂടെ ഭാര്യയായിട്ടുണ്ട്, അച്ഛനോട് പറയാനുള്ള പേടി കൊണ്ട് ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ല എന്ന് പറയാം. അപ്പോൾ അതോടുകൂടിയിട്ട് പിന്നെ അച്ഛൻ വേറെ സ്വത്ത് വേറെ ആൾക്ക് എഴുതി വയ്ക്കാനോ വേറെ എന്തെങ്കിലും കല്യാണം കഴിക്കാനോ പറയില്ലല്ലോ, അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കിഷോർ പറഞ്ഞ് കറക്റ്റ് ഐഡിയ, അത് നല്ലൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛനോട് ക്ഷമിക്കണം, അച്ഛനെ പേടിച്ചുകൊണ്ട് ഞാനത് പറയാണ്ടിരുന്നത് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി. എന്നാലും ചെറുപ്പം മുതലേ ഞാൻ വേറൊരു കല്യാണം കഴിക്കാണ്ട് നിന്നെ വളർത്തി വലുതാക്കി, നീ എനിക്ക് ഇത്രയും വലിയൊരു അടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരി, ഇന്നത്തെ കാലത്ത് മക്കളൊന്നും കണ്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ വെച്ചു. അദ്ദേഹം ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു, രാഘവേട്ടൻ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ രാഘവേട്ടൻ മകനെ വിളിക്കുക, നീ എന്തായാലും കല്യാണം കഴിച്ചു, ഞാൻ പറഞ്ഞത് കേട്ടില്ല, എന്തായാലും നിനക്കൊരു ഭാര്യ വരണമെന്നാണ് ഞാൻ വിചാരിച്ചുള്ളൂ, അതിപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്ന ഭാര്യ ആയാലെന്താ, നീ കണ്ടുപിടിക്കുന്ന ഭാര്യ ആയാലെന്താ, നീ വിവാഹം കഴിക്കണം, അത് നടന്നല്ലോ, വളരെ സന്തോഷം. അപ്പോൾ ഞാൻ സ്വത്ത് ആർക്കും എഴുതി വയ്ക്കണമെന്നില്ല, സ്വത്തൊക്കെ ഞാൻ നിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു, നമുക്ക് വയസ്സായി വരിക, അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട്, അത് കണ്ട് എൻ്റെ മരുവളെ ഒന്ന് എനിക്ക് കാണണം,
അതുപോലെ തന്നെ നീയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടോട് കൂടിയിട്ട് ഇവൻ്റെ മനസ്സിൽ ഒരു വെള്ളിടിയെ വെട്ടിയത്. ഇവൻ്റെ പേര് റാം എന്നാണ്. റാമിൻ്റെ മനസ്സിലൊരു വെള്ളിടിയെ വെട്ടിയത്. അച്ഛൻ ഈ പറഞ്ഞ വാക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം പറയുന്ന, ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്ന, ഇങ്ങനെ വരുന്ന, അങ്ങനെ കാണുന്നൊന്നും ചിന്തിച്ചില്ല. ഒരു നുണ പറഞ്ഞു, പക്ഷേ അതിൻ്റെ പിന്നാലെ വീണ്ടും നുണ പറയേണ്ട സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കിഷോറോട് ചോദിച്ചു, കിഷോറെ നിൻ്റെ നുണ കാരണപ്പം ഞാൻ പെട്ടിരിക്കുക. അച്ഛൻ അടുത്ത ആഴ്ച ഇവിടെ വരുന്നു, മരുവളെ കാണാൻ വരുന്നു, ഞങ്ങളുടെ ജീവിതം കാണാൻ വരുന്നു. ഞാൻ എന്താ ചെയ്യുക? സ്വത്തൊക്കെ എൻ്റെ പേരിൽ എഴുതിയിരിക്കാൻ വരുന്നു. കിഷോർ പറഞ്ഞു, ഇതിനിപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഭാര്യനെ അഭിനയിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്നെ രക്ഷിക്കാം. എനിക്കിപ്പോൾ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ പെരപണിയൊക്കെ നടക്കുക, കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഇതിന് ഞാൻ എനിക്കൊരു നല്ല പോംവഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. എടാ, നീ ഇതിനൊരു പോംവഴി പറഞ്ഞു കഴിഞ്ഞാൽ കാശിൻ്റെ ഒരു വിഷയമാക്കണ്ട. നിൻ്റെ വീട് പണിയൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഒരു കാര്യം പറഞ്ഞാൽ, നീ എൻ്റെ ഭാര്യനെ കണ്ടില്ലേ? കണ്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവളെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ, എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യനെ നീ നിൻ്റെ ഭാര്യയായിട്ട് അഭിനയിപ്പിക്കുക അച്ഛൻ വരുമ്പോൾ. 2 ദിവസം 3 ദിവസത്തെ കാര്യമല്ലല്ലോ. അതൊക്കെ വളരെ മോശമല്ലടാ. നിൻ്റെ ഭാര്യ സമ്മതിക്കുവാനൊക്കെ? എൻ്റെ ഭാര്യ സമ്മതിക്കുമെന്നോ? അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിൻ്റെ ഭാര്യ സമ്മതിക്കും? സമ്മതിക്കും. അപ്പോൾ സമ്മതിക്കാനായിട്ട് കുറച്ച് ജോർജ് കുട്ടി ഇറക്കേണ്ട വരും. നീ പിടിച്ചേ 2 ദിവസത്തേക്ക് 2 ലക്ഷം രൂപ പിടിച്ചേ എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ ഈ 2 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അവൾ നിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കാര്യം ഉറപ്പാണ്. അവൻ ചെന്നിട്ട് നമ്മുടെ കിഷോർ എന്ന് ഭാര്യയോട് പറഞ്ഞു, അതെ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട്, അപ്പം നീ ഒരു 2 ദിവസം അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. 2 ലക്ഷം രൂപ അവൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പ്രാന്താണ് മനുഷ്യ? ഇതെന്താ നാടക? എന്താ ഞാൻ നാടക നടിയാണ് ഇങ്ങനെ അഭിനയിക്കാൻ പോകാനായിട്ട് കാശ് മേടിച്ചിട്ട്? നിങ്ങളെന്തായാലും ഇത് മഹാവൃത്തികേടായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. നീ നമ്മുടെ അവസ്ഥയൊന്ന് നോക്ക്. ഇവിടുത്തെ ശമ്പളം കൊണ്ട് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. നാട്ടിലാച്ച പെരപ്പണി നടക്കണം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതാലോചിച്ചപ്പോൾ പെണ്ണിനും അവൾക്കും മനസ്സിലായി സംഗതി ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് നല്ല എന്നെ എന്ന് വിചാരിച്ചു പറഞ്ഞു, ശരി ഞാൻ അഭിനയിക്കാം, ഒരു കുഴപ്പമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ. അതുമല്ല, 2 ദിവസം ഞാൻ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാൻ നിൻ്റെ കൂടെ അവിടെ ഉണ്ട്. അവൻ പിന്നെ ഒരു മാന്യനാ, നിന്നെ അങ്ങനെ അനാവശ്യമായി തൊടുക അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, വളരെ ഡീസൻ്റ് അവൻ എന്ന് പറഞ്ഞു. അതെനിക്കറിയാം, നിങ്ങളെക്കാളും ക്ലിയർ അദ്ദേഹം, അതെനിക്കറിയാമെന്ന് പറഞ്ഞു. ശരി, അത് നമുക്ക് അഭിനയം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കിഷോറും ഭാര്യയും കൂടി ഇവൻ്റെ ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. ഇപ്പോൾ വലിയൊരു വില്ലയിലാണ് താമസിക്കുന്നത്. അവിടേക്ക് താമസം മാറ്റി, അച്ഛൻ വരുന്നത് പ്രമാണിച്ചിട്ട്. അങ്ങനെ അച്ഛൻ വന്നു. അച്ഛൻ വന്ന വഴിക്ക് അച്ഛനെ കണ്ടോട് കൂടിയിട്ട് വേഗം പുളി എന്ന് കാക്കലെ തൊട്ടുകൊണ്ടു. അച്ഛൻ എന്നോട് ക്ഷമിക്കുക അച്ഛാ, പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പോയി, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് യാതൊരു വിഷമമില്ല മോളെ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, അവനൊത്ത ഭാര്യ നീ, എന്തായാലും നിങ്ങൾ ഇവിടെ ഒരു ജീവിതം തുടങ്ങിയാൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകണുള്ളൂ, നിങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് കണ്ട് എനിക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അവിടെ കിഷോറിനെ കണ്ടു. കിഷോർ ആരാ? അത് ഈ നമ്മുടെ ഭാര്യയുടെ കസിൻ ബ്രദറാന്ന് പറഞ്ഞു. ഭർത്താവാണ് കേട്ടോ കിഷോർ, കസിൻ ബ്രദറാന്ന് പറഞ്ഞു. ശരി ശരി ശരി, അവൻ നമ്മുടെ കമ്പനിയിലെ മാനേജറും കൂടിയാന്ന് പറഞ്ഞു അച്ഛനോട്. നല്ല കാര്യം, നല്ല കാര്യം. അപ്പം അങ്ങനെ ആയിരിക്കും ഈ കുട്ടീനെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും അല്ലേ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ്. ഇവൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനും എന്നെ വിളിക്കും. അപ്പോൾ നമുക്ക് ഹോംലി ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണ് ഇവൻ്റെ ഈ സിസ്റ്ററെ കാണാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞു. അച്ഛനത് വിശ്വസിച്ചു. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ മൂപ്പര് ജോലിക്ക് പോവുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഓഫീസിൽ പോവുക. അപ്പോൾ ചോദിച്ചു, നിനക്കിന്ന് 2 ദിവസം കൂടി ഇവിടെ ഇരുന്നൂടാ? അയ്യോ അച്ഛാ, ഒരുപാട് ടെൻഷൻ പിടിച്ച വർക്കാണ്, പോരാത്തന്നെ ഇമ്പോർട്ടൻ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അവിടെ എത്തി, അവിടെ നിന്ന് ചെക്ക് ഇവിടെ പാസ്സായിട്ട് ഇവിടെ വന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഒപ്പം നിൽക്കണം. ഷിപ്പിൽ പോകണം, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും കിഷോറിനെ കൊണ്ടുപോകണില്ലേ, കിഷോർ ഇവിടെ ഉണ്ട്. അച്ഛന് വേണ്ട എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും, അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കിഷോർ ഇവിടെ ഉണ്ട്. അത് പോരെ അച്ഛാന്ന് പറഞ്ഞു. എന്നാൽ ശരി, നീ പൊക്കോ, എൻ്റെ ജോലിയല്ലേ, നീ കളയണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷവാനായി. നല്ല ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം എന്തുണ്ടായിച്ചാലും മകനെ വിളിച്ചു. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, റാമേ, നിന്നെയും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ 2 പേരും അങ്ങനെ
അറ്റാച്ചായിട്ട് സംസാരിക്കുന്നതോ ഒന്ന് പ്രേമിക്കുന്നതോ ഒന്ന് അടുത്ത് ഇടപഴകണതോ ഒന്നും ഞാൻ കാണാറില്ല 2 ദിവസമായിട്ട്. നീ വരുന്നു, രാത്രി വരുന്നു, കിടന്നുറങ്ങണു, നേരം എടുത്ത് നീ പോകുന്നു. അവളിവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തരണു. നിങ്ങൾ തമ്മിലുള്ള അതുപോലെ തന്നെ നീ ഓഫീസിൽ പോയി അവൾ നിന്നെ ഒന്ന് വിളിക്കുകയോ നീ അവളെ ഒന്ന് വിളിക്കുകയോ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എന്താ നീ അവളും തമ്മിലുള്ള പ്രശ്നം? നിനക്കെന്താ അവളെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ എന്തായി പറയണത്? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിസിനസ്സിൻ്റെ പ്രശ്നം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതെന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മാത്രം മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രേമം അഭിനയിക്കാനോ അവളെ സ്നേഹിക്കാനോ പിടിക്കാനോ ഒന്നും സമയമില്ല. അത് പാടില്ല മോനെ. ഭാര്യയോട് സ്നേഹിച്ചുള്ള ബാക്കിയുള്ള സമയം നീ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബിസിനസ് പോണെങ്കിൽ പോട്ടറാ, നമുക്ക് ലക്ഷങ്ങളും കോടികളില്ലേ, നീ എന്തിനാ ഇതിൻ്റെ കാശിൻ്റെ പിന്നാലെ കിടന്ന് ഓടുന്നത് എന്ന് പറഞ്ഞു. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം. പിറ്റേ ദിവസം അച്ഛൻ്റെ കാണുന്നത് എന്താണ്? അപ്പോൾ എന്താണെന്നുള്ള അച്ഛനൊരു പ്രതീക്ഷയുണ്ട്. ഇവന് ഇനി വീണ്ടും സ്നേഹത്തിൽ അഭിനയിക്കുകയാണോ അതിനി തട്ടിപ്പാണോ എന്താണൊക്കെ ഒരു സംശയമൊക്കെ അച്ഛന് തോന്നിയിട്ടാണ് അച്ഛൻ പറഞ്ഞത്. റാം എന്തിനാ അച്ഛനെ കിഷോറിനോട് എന്ന് പറഞ്ഞു. അതേ, അച്ഛന് ചെറിയ സംശയങ്ങളുണ്ട്. അച്ഛൻ അതിനോട് സൂചിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ അറ്റാച്ചായിട്ട് നിന്ന് സംസാരിക്കുന്നില്ല, പ്രേമിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ ചെയ്യുക? അത് ശരിയാ, ഞാനും ചിന്തിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാം, നിന്നോടൊന്ന് ഇഴുക്കി ചേർന്ന് അഭിനയിക്കാനായിട്ട്. എൻ്റെ ഭാര്യ സമ്മതിക്കുകയോ? അതൊക്കെ അവൾ സമ്മതിച്ചോളും. ഇപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 4 ദിവസമായി. അവൻ പറയാം, അതിനിപ്പോൾ എന്താ? ഇത് 5 ലക്ഷത്തിന് ചെക്ക പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് എഴുതി കൊടുത്തു. ഇനി ഒരു 5 വർഷത്തേക്ക് 1 ദിവസത്തേക്ക് 1 ലക്ഷം രൂപയാണ്. 5 ലക്ഷത്തിന് ചെക്ക കിട്ടി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഒരു വിഷയവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ ഭാര്യനെ വിളിച്ചു. നീ ഇനി അവനോടൊന്ന് അറ്റാച്ചായിട്ട് അഭിനയിക്കും. എൻ്റെ അച്ഛന് സംശയമുണ്ട്. എങ്ങനെയെങ്കിലും ആ സ്ഥലം ഒന്ന് എഴുതിയെടുക്കുന്നവരെ നീ ഒന്ന് ഈ ചെയ്ത നാടകം ഒന്ന് പൂർത്തീകരിക്കുക, നീ നന്നായി അഭിനയിക്കുക എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, നല്ല കൂട്ടുകാരനും നല്ല ഭർത്താവും, എന്തായാലും നമ്മളെന്തായാലും വേഷം കെട്ടി. അപ്പം ഇനി കാളയായി നിലയ്ക്ക് മുഖം വെക്കന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാം. പിറ്റേ ദിവസം അച്ഛൻ നേരം എടുത്ത് വാല് പുറത്ത് വരുന്ന കണ്ടാൽ ഇവരെ അടുക്കളയിൽ വെച്ചിട്ടുള്ള കൊച്ചു വർത്താനവും കെട്ടിപ്പിടുത്തവും ഉമ്മയും ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ടിട്ട് അച്ഛൻ വരുന്നത്. ഇവർ ഭയങ്കര സ്നേഹം. ഇവ അന്ന് ജോലിക്ക് പോകണില്ല. അവിടെ സോഫയിൽ നിന്നിട്ട് വർത്താനം പറയണേ, അവിടെ നിന്ന് വർത്താനം പറയണേ, മട്ടുപാലിൽ നിന്ന് വർത്താനം പറയണേ, കെട്ടിപ്പിടിക്കണേ, ഇഴുകി ചേർന്നവൻ. ഇത് കണ്ടപ്പോൾ അച്ഛന് വലിയ സന്തോഷമായി. എന്തായാലും ഒരു വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരോട് പറഞ്ഞു, നീ 2 ദിവസം ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്ന അച്ഛൻ പറഞ്ഞു. അത് അവൻ അതേപോലെ തന്നെ ചെയ്തു. 2 ദിവസം ലീവ് എടുത്ത് നിന്നിട്ട് പ്രേമത്തോട് പ്രേമാർന്ന്. പിന്നെ അതും കഴിഞ്ഞ് ഒരു ദിവസം പിന്നെ 2 ദിവസം ലീവൊക്കെ കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനേ 2 ദിവസം കൂടി ഞാൻ നിൽക്കുന്നുള്ളൂ. അതിന് മുമ്പ് നമുക്കുള്ള പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ഞാനവിടെ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓൺലൈനിലൂടെ എത്തും. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ലീവൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം മൂപ്പര് ജോലിക്ക് പോയി, ഓഫീസിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവർ ഭാര്യയും ഭർത്താവാണല്ലോ. റാമിൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ റാമിൻ്റെ ഭാര്യയായി റാം ഓഫീസിൽ പോകുമ്പോൾ പിന്നെ കിഷോറാണ് അവിടെ ഉള്ളത്. കിഷോറിൻ്റെ ഭാര്യയാണ് നമ്മുടെ കഥാനായിക. കിഷോർ എന്തുണ്ടാച്ചിന് ഭാര്യൻ്റെ റൂമിലേക്ക് വിളിക്കൂടിയേ, നീ എന്ത് പണി ചെയ്യുന്നിപ്പം നമ്മൾ 4-5 ദിവസമായിട്ട് വന്നിട്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനോ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നിന്നെ ഒന്ന് പരിപാടി ചെയ്യാനോ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ബോറടിച്ചിരിക്കുക. അദ്ദേഹം എവിടെ? രാഘവേട്ടൻ എന്താ ചെയ്യുന്നത്? ആളവിടെ റൂമിൽ ഉറങ്ങാൻ തോന്നുന്നുണ്ട്. വാതിലടച്ചിട്ടിരിക്കുക. അന്ന് നീ ഇങ്ങോട്ട് വാ, നമുക്ക് ആ വാതിലടക്കി നമുക്കൊരു പരിപാടി ചെയ്യാം. നിങ്ങൾ എന്തിട്ടാ പറഞ്ഞ മനുഷ്യ? നിങ്ങൾ എൻ്റെ കസിൻ ബ്രദറാണ്. അദ്ദേഹം വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നാടകം ഇവിടെ വെച്ച് പൊളി. ഒരു 4 ദിവസം കൊണ്ട് ക്ഷമിച്ചുകൂടെ? നീ ബോറടിച്ചത് പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് വരുമ്പോൾ ചിലപ്പോൾ നല്ല ഉറക്കാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറിലുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാവും. നീ ആ വാതിലടിച്ചിട്ട് വന്നേ എന്ന് പറഞ്ഞു. നീ ഒന്ന് ചെന്ന് നോക്ക് അദ്ദേഹം എന്താ ചെയ്യണമെന്നുള്ളത്. അത് ഇവിടെ ചെന്ന് മോളിൽ നോക്കിയാൽ പിന്നെ പതുക്കെ നോക്കിയാൽ പിന്നെ അദ്ദേഹം കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വന്നു പറഞ്ഞാൽ എന്തൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എന്തൊക്കെ കുത്തിൻ്റെ ഇരിക്കുന്നുണ്ട്. അന്ന് നീ വാലടച്ചിട്ട് വാ, നമുക്കൊരു ഒരു ഷോട്ട് നോക്കാം. അങ്ങനെ ഇവിടെ വാതിലടച്ച് വന്ന് ഇവർ ഭാര്യയും ഭർത്താവാണ്. അങ്ങനെ ഒരു ഷോട്ട് നോക്കി. ഷോട്ടൊക്കെ കഴിഞ്ഞ് വാല് തുറന്നപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കണ രാഘവേട്ടൻ എന്നെ കണ്ടോട് കൂടിയിട്ട് 2 ആളുടെ മുഖത്തും വെട്ടിയ ചോരയില്ല. രാഘവേട്ടൻ മനസ്സിലായി. അവനാച്ചാൽ ഫുൾ നൈക്കഡായിട്ട് കിടക്കണം, ഇവളാച്ചാൽ കുറച്ച് സാരിയും മറ്റുള്ളതൊക്കെ വലിച്ച് വാരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ രാഘവേട്ടൻ ചിലപ്പോൾ കസിൻ എൻ്റെ മകനെ വഞ്ചിച്ചു അല്ലേ നിങ്ങൾ? എൻ്റെ മകൻ്റെ ഓഫീസിൽ മാനേജറായി ജോലി ചെയ്യുന്ന നീ, ഇവളുടെ കസിൻ ബ്രദറായ നീ ഇവൾക്ക്
പരിപാടി ചെയ്ത് കൊടുത്തു അല്ലേ, നിങ്ങളായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ തന്നെ വേണം. ഇതാണ് ജീവിതം എന്ന് എൻ്റെ മകനറിയില്ല, അവൻ മണ്ടന. എന്തായാലും അവൻ വന്ന് ഈ ബന്ധം അടച്ച് അവസാനിപ്പിച്ച് എൻ്റെ മകനെ ഞാൻ നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചതിക്കരുത് അച്ഛാ, ഞാനീ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മകൻ്റെ കഴിവുകേടാണ്. ഇത്രയും നാളായി കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഒരു ലൈംഗിക സുഖം തന്നിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ബിസിനസ് 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 എന്ന് പറഞ്ഞ് ഓടി നടന്നാൽ പറന്ന് നടന്നാൽ ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് എന്തെങ്കിലും മോഹങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. ഇത് അച്ഛൻ അവിടെ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹം എൻ്റേതായി മാറിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഞാൻ പോവില്ല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മതിച്ചതാണ്. ഭർത്താവ് വരുമ്പോൾ പറയരുത് കേട്ടാണ്. ഇവളിങ്ങനെ പറയണ്ടെങ്കിലും ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സംഭവിക്കുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ. അച്ഛൻ പറഞ്ഞു, ശരി നീ ഒരു കാര്യം ചെയ്യും, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ശരി അച്ഛൻ ഞാൻ വരാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ നമ്മുടെ കിഷോർ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ചെന്ന് അയാളെ കാല് പിടിച്ച് ആ സ്ഥലം തേടി മേടിക്കുന്നവരെങ്കിലും ഈ ബന്ധം നിൽക്കട്ടെ, ചെല്ലി നീ റൂമിലേക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടെ രാഘവൻ്റെ റൂമിൽ ചെന്നോടുകൂടി രാഘവൻ്റെ ഒരു പെട്ടി എടുത്തു, ഒരു സ്വർണത്തിൻ്റെ വലിയൊരു പെട്ടി എടുത്തിട്ട് ഇവൾക്ക് കൊടുത്തു. ഇത് എൻ്റെ ഭാര്യയുടെ സ്വർണങ്ങളും സ്വത്തുക്കളൊക്കെയാണ്, ഇത് ഞാൻ നിനക്ക് തരുന്നു, ഇതിൻ്റെ അവകാശം നീയാണ്. ഇത് തുറന്നു നോക്കിയോട് കൂടിയിട്ട് പെണ്ണുങ്ങളല്ലേ ജാതി, സ്വർണം കണ്ടോട് കൂടിയിട്ട് കണ്ടും മഞ്ഞളിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, രാഘവട്ടം പറയാം, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് നിനക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് എൻ്റെ മകനെ കൊണ്ട് നിനക്ക് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ കസിൻ ബ്രദറേയും മറ്റുള്ള ആൾക്കാരൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും എനിക്കൊരാഗ്രഹമുണ്ട് നിൻ്റെ കൂടെ ഒന്ന് കഴിയണമെന്ന്. അത് ഇന്ന് വേണ്ട, നാളെ ആയാലും മതി. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, നിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. എന്താ അച്ഛൻ പറയണത്, ഞാൻ അച്ഛനായിട്ടല്ലേ കണ്ടുപോകണത്, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനല്ലേ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടണ്ട. ചോദിക്കാൻ പാടെന്ന് വെച്ചാൽ നീ ചോട്ട് കിടന്ന് കാണിച്ചത് എന്താ? അപ്പം നീ ഒരു നല്ലൊരു സ്ത്രീ അല്ല. ഇപ്പം ഈ സ്വർണം കണ്ടപ്പോൾ നീ ഗ്രഹിണിയുള്ള പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ നിൻ്റെ കണ്ണ് തിളങ്ങി, നീ അത് എടുത്ത് കഴുത്തിലിടുന്നത് കാതുമ്പോൾ വെച്ച് നോക്കണം, ഇതൊക്കെ കണ്ടല്ലോ ഞാൻ. അപ്പം നിനക്ക് സ്വർണത്തോട് ഭയങ്കര ആർത്തിയാണ്, അതുപോലെ തന്നെ കാമത്തോട് വലിയ ആർത്തിയാണ്. ഇതിപ്പോൾ എൻ്റെ മകൻ തരുന്നില്ലെങ്കിൽ ഞാൻ തരണ്ടേ? അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ആലോചിച്ചിട്ട് മറുപടി പറയും എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കിഷോറിനോട് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ? നീ ഒരു കാര്യം ചെയ്യ്, ഈ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം കൂടി വേറെ മേടിക്കാം നമുക്ക്, ഈ പേരും പറഞ്ഞിട്ട്. നിൻ്റെ അച്ഛൻ്റെ കൂടിയും കിടക്കേണ്ട വന്നു എനിക്കെന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം കൂടി വേറെ മേടിക്കാം. വീട് പണി നടക്കട്ടെ, വീട് പണി അവൻ തന്നെ ചെയ്തു തരും. നീയൊന്ന് കണ്ണടച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നോ, എനിക്ക് അതിലൊരു പ്രശ്നമില്ല. കാര്യങ്ങൾ നടക്കണം, നമ്മുടെ വീട് സുഖമാണ്, നമ്മുടെ ജീവിതം ഇവരാച്ച കോടീശ്വരന്മാരാണ്. കടലിൽ നിന്ന് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം കോരിയാൽ അത് കുറയൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പോരാതിന് എനിക്ക് അച്ഛനെങ്കിൽ അവന് ശമ്പളം കൂട്ടി മേടിക്കാം, നീയൊന്ന് അവൻ്റെ അച്ഛൻ്റെ കൂടെ കിടന്നു പറഞ്ഞു. നിങ്ങൾ എന്ത് മനുഷ്യനാടോ? നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന് നിങ്ങളുടെ അടുത്ത് ചവിട്ടി പുറത്താക്കിയിട്ട് ഞാൻ വഴിയേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഗത്യന്തരമില്ലാത്ത കാരണം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ ഇത്രയും വഷളനാണോ ഇങ്ങനെ കൂട്ടി കൊടുക്കാനായിട്ട്? നിങ്ങൾ മാമയാണോ? അഭിനയം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അച്ഛനായാലും കുഴപ്പമില്ല, മോനായാലും കുഴപ്പമില്ല, കിടന്നു കൊടുക്കാനാണ് പറയണതല്ലേ. വല്ലാത്തൊരു ജന്മം തന്നെ ആണുങ്ങളെ ഇവള് പറയാം. ഡിയെ, നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഇതിപ്പോൾ തേമാനം വന്ന് പോകണമെന്നല്ലല്ലോ. ഇതിപ്പോൾ അദ്ദേഹം ഒന്ന് നിൻ്റെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവിടെ പട്ടി കഞ്ഞാളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കൊണ്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിനക്കെന്തിന് പ്രശ്നം? രൂപ വരണ്ടേ? ജോർജ് കുട്ടി വന്നാലല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിനൊരു അവസരമായിട്ട് നീ കാണ്. 10 അല്ല 25 ലക്ഷം രൂപ ചോദിച്ചാൽ അവൻ തരുമത്. ശരി, അദ്ദേഹം വരട്ടെ, റാമു വരട്ടെ. റാമു വന്ന് നമുക്ക് 3 പേർക്കും ചർച്ച ചെയ്തതിന് ശേഷം മതി അച്ഛൻ്റെ കൂടെ എടുക്കലെന്ന് പറഞ്ഞു. ഓക്കെ. അന്ന് റാമു ജോലി കഴിഞ്ഞ് വന്നു, ഒരു ചർച്ച വെച്ചു, ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായതുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തൊലച്ചു, നിങ്ങൾക്കൊരു 10 ദിവസമെങ്കിലും നിങ്ങൾക്ക് മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നില്ല. ഇത് പപ്പളയ്ക്കും പിടിച്ച് കയറ്റാൻ നിൽക്കണം നിങ്ങൾ ആരും ഭർത്താവല്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ടെങ്കിൽ ചെയ്യാമെന്നല്ലോ. നീ അച്ഛൻ്റെ മുമ്പിൽ നിങ്ങൾ ചെയ്ത് അത് പേടുകയും ചെയ്തു. നിങ്ങൾ എന്ത് മണ്ടത്തരാ ചെയ്തേ? ഇപ്പം അച്ഛനും വേണമെന്നല്ല പറയണത്, ഇപ്പം എന്ത് ചെയ്യും ഞങ്ങളെന്നാണ് ചോദിക്കുന്നത് കിഷോർ റാമിനോട്. ഒരു കാര്യം ചെയ്യും,
നിൻ്റെ ഭാര്യയ്ക്ക് നിനക്ക് സമ്മതമാണെന്നല്ല ഇപ്പോൾ പറയണത്. നിനക്ക് എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. അച്ഛൻ്റെ കൂടെ കേടുന്ന് അച്ഛൻ പണ്ടാര വന്നെങ്കിൽ ചെറുപ്പത്തിലെ അമ്മ മരിച്ചതാണ്. ഇതുവരെ ഒരു കാര്യം നടന്നില്ല. ഇപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം നിന്നെ കണ്ടപ്പോൾ തോന്നി. എന്താ ചെയ്യുക, ഞാനിത് കണ്ടില്ലേ കേട്ടില്ല എന്ന് വയ്ക്കുക. ഞാൻ നാളെ എന്തായാലും എനിക്കൊരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചെന്നൈയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കാലത്തെ ഫ്ലൈറ്റിൽ തന്നെ പോകും. അപ്പം നിങ്ങളിവിടെ എന്താ വെച്ചാൽ ചെയ്യും, എനിക്കൊന്നും അറിയണ്ട, എന്നെ വിളിക്കും വേണ്ട, വിളിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നേരത്തെ തന്നെ മൂപ്പര് എയർപോർട്ടിലേക്ക് പോയി. ഇവിടെ രണ്ടുപേരും പ്ലാൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ കസിൻ ബ്രദറാണല്ലോ കിഷോർ, അച്ഛനോട് അച്ഛാ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിൽ പോകുന്നുണ്ട്, ആളൊന്ന് ചെന്നൈയിലേക്ക് പോയിക്കണം. അപ്പോൾ ഇന്ന് ഓഫീസിലത്തെ കാര്യങ്ങൾ എന്നെയാണ് ഏൽപ്പിച്ച് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഓഫീസിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് വലിയ സന്തോഷമായി. അവൻ്റെ ബാധ്യത ഒഴിഞ്ഞ് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ മരുവോളും അച്ഛനും മാത്രമല്ല ഇവിടെ ഉള്ളോ എന്ന് വിചാരിച്ചു. എന്നാൽ നീ ചെല്ലേ, ഓഫീസിൽ നിന്നൊക്കെ പതുക്കെ വന്നാൽ മതി, തിരക്കൊന്നും അടിക്കണ്ട, അവ ഇല്ലാത്ത അവിടെ കാര്യങ്ങളൊക്കെ പോയി നോക്ക് നീ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ മരുവോള് ഇതിനൊക്കെയാണല്ലോ, എല്ലാം സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു വെച്ചാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ്ടിരുന്നാൽ മതി, ഞാൻ എല്ലാത്തിനും സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ സുഖമായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ അവർ നന്നായിട്ടാണ് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ട് അവർ നല്ല ഹാപ്പിയായി. രാഘവേട്ടനും നല്ല ഹാപ്പി, മരുവോളും നല്ല ഹാപ്പി. ആ സ്വർണം കിട്ടിയത് അത് അങ്ങനെ വേറെയും പൈസകളും കാര്യങ്ങളൊക്കെ കൊടുത്തു, വളരെ ഹാപ്പി. പിറ്റേത് രാത്രിയായപ്പോൾ കിഷോറും വന്നു, അതുപോലെ തന്നെ റാമും വന്നു. വീട്ടിലെല്ലാവർക്കും സന്തോഷം, അച്ഛനും സന്തോഷം. അച്ഛൻ പറഞ്ഞു, മോനെ നമ്മുടെ രജിസ്ട്രേഷനുള്ള സകല പേപ്പറും ഇവിടെ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്, നമുക്കത് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്താം എന്ന് പറഞ്ഞ് ആ സ്വത്തുകളും കാര്യങ്ങളെല്ലാം എൻ്റെ പേരിലാക്കി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം. ഇത് അച്ഛന് ചെയ്തതിൻ്റെ ഒരു ഫേവറാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുത്തെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്തിട്ട് നീയും ഭാര്യയും കൂടിയിട്ട് നാട്ടിൽ വരിക, നമുക്ക് നാട്ടിലെ ബിസിനസ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ നാട്ടിൽ വരിക എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ഇവന് കൃത്യമായിട്ട് മനസ്സിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നാട്ടിൽ വന്നാലാണ്, ഇനിയിപ്പോൾ ഇവൻ പരിപാടി ചെയ്യാത്ത ആളാണല്ലോ, അപ്പം നാട്ടിൽ വന്നാലാണ് മരുവോളെ ഇടയ്ക്ക് ഇവന് പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛന് എന്നും ബാംഗ്ലൂർ വന്ന് പരിപാടി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിൽ മതി എന്ന് പറയുന്നത്. ഇത് ഇവന് മനസ്സിലായി. ഇവന് മനസ്സിലായപ്പോൾ ഇവൻ പറഞ്ഞു, അതെ എനിക്ക് എന്തായാലും നാട്ടിൽ വരാനോ നിൽക്കാനോ കാര്യങ്ങളോ പറ്റില്ല. എനിക്ക് വയ്യാണ്ടായി ആരും നോക്കും. അങ്ങനെ അച്ഛന് വയ്യാണ്ടാവുകയാണെങ്കിൽ ഇവള് വരും, ഇവള് വന്ന് വേണമെങ്കിൽ 4, 5, 10 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് പോന്നോളും. അപ്പം മതി അച്ഛന്, അത് മതി, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളും എനിക്കൊന്ന് വർത്താനം പറയാനും മിണ്ടാനും പറയാനും അവിടെ ഒരാളുണ്ടായാൽ മതി. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഞാൻ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവളെങ്കിലും എൻ്റെ ബിസിനസ്സുകളൊക്കെ നോക്കി നടക്കട്ടെ. അപ്പോൾ അവിടുത്തെ ബിസിനസ് നന്നായി, ഇവിടുത്തെ ബിസിനസ് നന്നായി. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, മാസത്തിലൊരു 5 ദിവസം അവളെ അങ്ങോട്ട് വിട്, അവൾക്ക് ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കസിൻ ബ്രദർ നിൻ്റെ മാനേജർ ഉണ്ടല്ലോ കിഷോർ, അവനും കൂടി വന്നോട്ടെ, ഒരു കൂട്ടായോട്ടെ. അപ്പോൾ അവനും അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. സമ്മതിച്ചാൽ തോന്നി. ഇപ്പോൾ റാമനെന്ത് പ്രശ്നം, അവർ ഭാര്യ ഭർത്താവ് അച്ഛന് കൊടുക്കാണ്ടിരിക്കുക, കാശ് പഠിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവന് യാതൊരു പ്രശ്നമില്ല. ഇവന് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പാടില്ല, ഇവൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ജീവിക്കണം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് നടക്കുകയും ചെയ്തു, ഇയാളുടെ സ്വത്ത് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് ഇവർ ഭാര്യയും ഭർത്താവും കിഷോറും ഭാര്യയും കൂടിയിട്ട് അയാളിൽ നിന്ന് നല്ല സമ്പാദ്യം മേടിക്കുകയും ചെയ്തു. മാസത്തിൽ 5 ദിവസം അവിടെ പോയി നിൽക്കുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഭംഗിയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ പറഞ്ഞ പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കേട്ടാലും അറിഞ്ഞാലും നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു കടങ്കഥയാണ്, നുണക്കഥയാണ്, ഇത് വെറുതെ പറയാമെന്നൊക്കെ. ഇത് സംഭവിച്ച കഥയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നുണയാന്ന് വിചാരിച്ചാലും ഒന്നുമില്ല, ഇതൊരു എൻ്റർടൈൻമെൻ്റായി കണക്കാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ കഥയൊക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു. അടിക്കൂ. അതുപോലെ നിങ്ങൾക്ക് ഈ കഥേനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.